ഈ ഹെയർ ഫോൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വൈദ്യരത്നത്തിന് തന്നെ കൃത്യമായ ഹെയർ ഫോൾ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഓയിലുകൾ ഉണ്ട് എന്ന് കേട്ടു. നമ്മുടെ വൺ ഓഫ് ദ ഒരു പ്രൊഡക്റ്റ് ആണ് കേശരഞ്ജിനി കേരതൈലം. നമ്മുടെ മുടി വളർച്ചയ്ക്ക് യൂഷ്വലി എല്ലാവരും പറയുന്ന കയ്യോന്നി, ഇരട്ടി മധുരം, നെല്ലിക്ക അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഓയിലാണ് ഇത്. ഇതിപ്പോ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രിമച്ചർ ഗ്രേയിങ് കുറയ്ക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. കുങ്കുമാതി തൈലം ഇത്തരം കാര്യങ്ങൾക്ക് എസ്പെഷ്യലി പിഗ്മെന്റേഷന് വളരെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ വൈദ്യരത്നത്തിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കുങ്കുമാതി തൈലം. ഈ പറയുന്ന സൺ ടാൻ അല്ലെങ്കിലുള്ള പിഗ്മെന്റേഷൻ, നമുക്ക് മെലാസ്മ പോലെയുള്ള പിഗ്മെന്റേഷൻ നമുക്ക് ഇത് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. ആക്ച്വലി എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 6 മാസമായി കേട്ടോ. എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കാറായി. പക്ഷേ ഇപ്പോഴും എനിക്ക് വരുന്ന ഒരുപാട് മെസ്സേജുകളുണ്ട്. ചേച്ചി, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞ ഒരു ഫേസ് ഉണ്ടായിട്ടില്ലേ, അതെങ്ങനെ മാനേജ് ചെയ്തു? ഹെയർ ഫോൾ ഉണ്ടായില്ലേ? സ്കിന്നിൽ മുഴുവൻ കുരു വന്നില്ലേ? ഇനി ഇതൊക്കെ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ. ഞാൻ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തിയത് ആയുർവേദത്തിലൂടെയായിരുന്നു. പക്ഷേ ഇത് ഞാൻ പറയുന്നതിനേക്കാൾ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ആയുർവേദ ഡോക്ടർമാർക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എന്നുള്ളത് വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റലാണ്. നിങ്ങൾ ചോദിച്ച ഓരോ സംശയങ്ങൾക്കും എങ്ങനെയാണ് നമ്മളതിനെ ഓവർകം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മളൊരു പ്രഗ്നൻസി ജേർണി വളരെ സ്മൂത്തായിട്ട് കടന്നു പോകുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളോട് പറഞ്ഞു തരുന്നത് ഈ ഫീൽഡിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആയുർവേദ ഡോക്ടർമാരാണ്. അപ്പോൾ നമുക്ക് ഓരോ സംശയങ്ങളും കൃത്യമായി വ്യക്തമായി ചോദിക്കാം അല്ലേ? ബാ. ആക്ച്വലി ഞാൻ കേട്ട ഏറ്റവും അധികം ചോദ്യങ്ങൾ പോസ്റ്റ്നേറ്റൽ കെയർ എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നു. ഈ പോസ്റ്റ്നേറ്റൽ കെയറിൻ്റെ സമയത്തുണ്ടായ ഡിപ്രഷൻ എങ്ങനെ ഓവർകം ചെയ്തു, വെയിറ്റ് ഗെയിൻ ഉണ്ടായില്ലേ, അതെങ്ങനെ മാനേജ് ചെയ്തു, സ്ട്രെച്ച് മാർക്സ് കുറഞ്ഞോ, ഇങ്ങനെയൊക്കെയുള്ള 100 ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്നത് വൈദ്യരത്നം ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ രേഷ്മയാണ്. നമുക്ക് മാഡത്തോട് നേരിൽ കണ്ടു ചോദിക്കാം. ഹലോ ഡോക്ടറെ. ആക്ച്വലി ഞാൻ ഒരു 5 മാസം മുൻപ് ഭയങ്കരമായ കൺഫ്യൂഷൻസിലൂടെ കടന്നു പോയതാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയം എന്ന് പറയുന്നത്. അതായത് കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞു ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഇൻഫെക്ഷൻസ് കൂട്ടാൻ സാധ്യതയുണ്ട്, മുറിവ് ചിലപ്പോൾ സ്റ്റിച്ചിൻ്റെ മുറിവ് പഴുക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് പറഞ്ഞുള്ള ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകണ്ട. ചിലരെന്നോട് പറഞ്ഞു നിർബന്ധമായും എടുക്കണം പോസ്റ്റ് നേറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റുകൾ, ആയുർവേദിക് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിനെ സെറ്റ് ചെയ്തു, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്ന് തീരുമാനിച്ച് എടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ശരിക്കും ഈ ആളുകൾ ഇങ്ങനെ പറയുന്നതിനകത്ത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ശരിക്കും ആ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരമുണ്ട്. പോസ്റ്റ് നേറ്റൽ കെയർ ആണ്, നമ്മൾ ട്രീറ്റ്മെന്റ് അല്ല. പക്ഷേ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ബാക്ക് ടു നോർമൽ, നമ്മൾ പ്രീ പ്രഗ്നന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു എന്തായാലും അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ച് എന്തായാലും ഒരു പ്രീ പ്രഗ്നന്റ് സ്റ്റേറ്റിൽ പോകും. പക്ഷെ ആ പോകുന്ന സമയത്ത് നമുക്കൊരു ഹെൽപ്പിന്, ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി പോസ്റ്റ് നേറ്റൽ കെയർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് വയറ് തിരിച്ച് ഉള്ളിലേക്ക് പോകുന്നത് ആൾക്കാർക്ക് ഒരു കൺസേൺ ആണ്. അപ്പോൾ അതിന് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പോകുന്നല്ല, അത് നാച്ചുറലായിട്ട് തിരിച്ചു പോകും. ബട്ട് അതിനൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട് പോസ്റ്റ്നേറ്റൽ കെയർ എടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എൻ്റെ വേറെ വലിയ കൺസേൺ പറയട്ടെ, ഞാൻ വെറും 54 കിലോ ആയിരുന്നു പ്രഗ്നന്റ് ആയ സമയത്ത്. അത് കയറി 70 കിലോയിലെത്തിയായിരുന്നു വെറും ഒരു 9 മാസം കൊണ്ട്. ഇപ്പൊ 5 മാസം കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞിട്ട്. ഈ 70-68 എത്തിയിട്ടുള്ളൂ. ഈ ഭയങ്കരമായി വെയിറ്റ് വെക്കുന്നത് കുറയ്ക്കാൻ ആയുർവേദം സഹായിക്കുമോ? നമ്മൾ 6 മന്ത്സ് നമ്മൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ടൈമാണ് അല്ലേ. അപ്പോൾ ആ ഒരു 6 മന്ത്സിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ കൺസേണേ ആവരുത്. കാരണം ആ സമയത്ത് നമ്മൾ ഡയറ്ററി റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റിയാണ് അവിടെ അഫക്റ്റ് ആവുക. നമ്മുടെ ഫാറ്റ് കുറയൂല, എന്നാൽ ബ്രസ്റ്റ് മിൽക്കിന്റെ ക്വാളിറ്റി കുറയുകയും ചെയ്യും. അപ്പം ആ ഒരു 6 മന്ത്സ്, ഒരു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ആ ഫസ്റ്റ് 6 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ഗെയിൻ അത് കുറയും. നമ്മൾ ഇനിയിപ്പോൾ ഡയറ്റ് ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും പിന്നീട് ഒരു കൺസൾട്ടേഷൻ എടുത്ത് അതിൻ്റെതായിട്ടുള്ള നമുക്ക് ബോഡിക്ക് പറ്റുന്ന രീതിയിലുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ പിന്നീട് ഫോളോ ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ലോസ്
എന്തായാലും സംഭവിക്കും. പക്ഷെ ഈ ഒരു 6 months ഫസ്റ്റ് 6 months നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കാതിരിക്കുന്നതാണ് ഞാനിപ്പോ പേഷ്യൻസിനോട് പറയുന്നത് വരെ എല്ലാവരുടെയും മെയിൻ കൺസേൺ അതാണ്. ഞാൻ മുമ്പ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ ഇത്രയായി എന്നുള്ളത് എല്ലാവരും പറയുന്നത്. പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ബ്രസ്റ്റ് മിൽക്കിന് വേണ്ടിയിട്ടാണ്. ഈ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്ന പലരും എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു, ഈ പോസ്റ്റ് ഡെലിവറി അല്ലെങ്കിൽ പോസ്റ്റ് നേറ്റൽ കെയറിന്റെ സമയത്ത് കുറേ ആയുർവേദ മെഡിസിൻസ് എല്ലാവരും തരും. അപ്പൊ അതൊക്കെ കഴിച്ചാണ് കുറെ കഷായം, ലേഹ്യം, നെയ്യ്, വെണ്ണ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനം കഴിക്കുമ്പോൾ ആണ് വണ്ണം വെക്കുന്നത്. എന്റെ അറിവില്ലായ്മ കൊണ്ടോ എന്താണെന്നറിയില്ല, ഞാൻ ആ മെഡിസിൻ പാർട്ട് എടുത്തതേ ഇല്ലായിരുന്നു. അത് ശരിയായ നടപടിയായിരുന്നോ, അതോ അത് എടുക്കേണ്ടതുണ്ടായിരുന്നോ? പിന്നെ ഒരു കാര്യം കൂടെ, അത് എടുത്തിരുന്നെങ്കിൽ വണ്ണം ഇനിയും കൂടുമായിരുന്നു. ഇല്ല, അതൊരു മിസ്കൺസെപ്ഷൻ ആണ്. കാരണം നമ്മൾ ആയുർവേദ മെഡിസിൻസ് നമ്മൾ ആ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോൾ നമ്മൾ ആയുർവേദത്തിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു എന്താ പറയാ ഒരു ഓൾട്രേഷൻ നമ്മുടെ ബോഡിയിൽ ഹെഡ് ടു ടോ സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചതിനെ നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള മെഡിസിൻസേ നമ്മൾ തരുന്നുള്ളൂ. അല്ലാതെ വണ്ണം വെക്കാനോ പാല് കൂട്ടുന്ന മെഡിസിൻസ് ആൾക്കാർ ചോദിച്ചു പറയാം. പക്ഷെ അങ്ങനെ പാല് കൂട്ടുകയല്ല ചെയ്യുന്നത്. അതിന്റെ ആ ഒരു ഫിസിയോളജീനെ കറക്റ്റ് ചെയ്യുന്ന മെഡിസിൻസ് ആണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് മെഡിസിൻസ് എടുത്തുകൊണ്ട് വണ്ണം വെക്കില്ല. ഫുഡ്, ന്യൂട്രീഷൻ, എന്തായാലും ആ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് പറഞ്ഞാൽ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കും. നോർമലി വെയിറ്റ് ഗെയിൻ പിന്നെയും കുറച്ച് ആൾക്കാർക്ക് ഫീൽ ചെയ്യും, അതൊക്കെ നോർമലാണ്. അപ്പം വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ മെഡിസിൻസ് ആയിട്ട് അങ്ങനെ ഒന്നും അല്ലേ. ഈ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഈ കാര്യങ്ങളുടെ ഒക്കെ കൂടെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അമ്മയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കുള്ള ഭക്ഷണമല്ല 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. അത് ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയം തൊട്ടേ കേൾക്കുന്നതാ. കുഞ്ഞു ഉണ്ടായി കഴിഞ്ഞപ്പോൾ കേൾക്കുന്നത് എന്നാ വെച്ചാൽ കുഞ്ഞിന് പാല് വേണ്ടേ, ഭക്ഷണം ഒരുപാട് കഴിക്കുമോ എന്നുള്ളത്. ഇങ്ങനെ കഴിക്കണോ സത്യത്തില്? ഒരിക്കലും അല്ല, അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഹോൾ ഫുഡ്സ് കഴിക്കാം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്സ്, ഫൈബേഴ്സ്, പിന്നെ കുറച്ച് ഷുഗർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഹോൾ ഫുഡ്സ്, ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാലറി ഇൻടേക്ക് നമ്മൾ നോർമൽ ഒരു ഫീമെയിലിനുള്ളതിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതലുണ്ടാവും. സോ അത് ഒരു തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ പോസ്റ്റ് പാർട്ടമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് ഒബ്വിയസ്ലി നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ബ്രസ്റ്റ് മിൽക്കിൽ ഉണ്ട്, അതില്ല എന്നല്ല. ബട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ നമ്മുടെ വെയിറ്റും ഹൈറ്റും അനുസരിച്ചിട്ടുള്ള ഒരു കാലറി ബഡ്ജറ്റ് ഉണ്ടാവും, നമുക്ക് ഡെയിലി ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡെയിലി ബഡ്ജറ്റിൽ വരുന്ന രീതിയിൽ കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. പല ആൾക്കാരും എന്നോട് പറഞ്ഞാണ്, എനിക്ക് ഭക്ഷണമൊക്കെ കുറച്ച് മതിയായിരുന്നു ഡെലിവറി കഴിഞ്ഞിട്ടും, എനിക്ക് അങ്ങനെ ഒരുപാട് വലിച്ചു വാരി കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ഇതെന്താ നിനക്ക് മാത്രം അങ്ങനെ തോന്നാത്തേ, കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ മറ്റേ ഒരു പാത്രം നിറച്ച് ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവച്ച് കഴിക്കുമായിരുന്നല്ലോ എന്ന്. അപ്പൊ വിശപ്പില്ലായ്മയും ഇതിന്റെ ഭാഗമാണോ? അതെ, വിശപ്പില്ലായ്മ, നമ്മുടെ ഹോർമോൺസ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ. പീക്ക് ലെവലിൽ ഇരിക്കുന്ന ഹോർമോൺസ് പലതും പെട്ടെന്ന് ഡിപ്പ് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ വിശപ്പില്ലായ്മയൊക്കെ വൺ ഓഫ് ദി സിംറ്റംസ് ആണ്. അതൊക്കെ താനേ തന്നെ റിസോൾവ് ചെയ്ത് പോകുന്ന ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആയുർവേദ മെഡിസിൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, ഇവിടെ വരുന്ന ഗർഭിണികൾ, പ്രസവിച്ച അമ്മമാർ, അവര് ഈ പോസ്റ്റ് നേറ്റൽ കെയറുകളെല്ലാം ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് വൈദ്യരത്നം ഹോസ്പിറ്റലിൽ വന്നാണ് എടുക്കുക, അതോ നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞു ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണോ ചെയ്യാറുള്ളത്? നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് തന്നെയാണ് പോസ്റ്റ് നേറ്റൽ കെയർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു 360 ഡിഗ്രി അവിടെ ഒരു കെയർ അവർക്ക് കൊടുക്കുന്നുണ്ട്. 24 hours നമുക്ക് അവർ മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷം ചെയ്യും. അപ്പോൾ ഇതാവുമ്പോൾ ഫുൾ നമ്മുടെ സർവൈലൻസിൽ ഉണ്ടാവും. ഈ പോസ്റ്റ്നേറ്റൽ കെയർ ട്രീറ്റ്മെന്റുകൾ എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ പോസ്റ്റ്നേറ്റൽ കെയർ പാക്കേജ് എടുത്തു കഴിയുമ്പോൾ നടുവേദന എന്ന് പറയുന്നത് പൂർണ്ണമായി മാറുമോ? പൂർണ്ണമായിട്ടും അത് പോസ്റ്റ്മോർട്ടത്തിൽ മാറും. ഈ പ്രഗ്നൻസിയിൽ ഉണ്ടായിരുന്ന നടുവേദന ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറും. നമ്മൾ മര്യാദയ്ക്കുള്ള എക്സസൈസും ഡയറ്റും ഒക്കെ ഫോളോ ചെയ്താൽ മാറും. ഞാൻ പറഞ്ഞ പോലെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലോങ് ടേമിൽ നമുക്കൊരു കുറേ ഇപ്പം 1-2 പ്രസവം കഴിഞ്ഞവർ, നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ ലോങ് ടേം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഓസ്റ്റിയോആർത്രൈറ്റിസ് ഒക്കെ വന്നൊരു നടുവേദനയൊക്കെ വരാറുണ്ട്. അത് നോർമൽ ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഫീമെയിൽസിൽ കൂടുതൽ കാണാറുള്ളതാണ്. അപ്പം അത്
ഡിലേ ചെയ്യാനും അങ്ങനെ ഒരു എന്താ പറയുക പ്രോഗ്രസീവ് ആയിട്ടൊരു ഓസ്റ്റിയോആർത്രൈറ്റിസ് ഒന്നും വരാതിരിക്കാനും ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യും. ഈ നോർമൽ ഡെലിവറിക്കും സി സെക്ഷനും എടുക്കേണ്ട ട്രീറ്റ്മെന്റുകളെല്ലാം സെയിം ആണോ? രണ്ടും രണ്ടാണ്. സിസേറിയൻ ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് വൂണ്ട് ഹീലിന് ശേഷം മാത്രമേ പോസ്റ്റ്നേറ്റൽ കെയർ ചെയ്യാവുള്ളൂ. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് ഉണ്ടാവും ഡെലിവറി കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് എപ്പിസോട്ടമി വൂണ്ട്, അതായത് താഴെ ഉണ്ടാവുന്ന ആ വൂണ്ടും കൂടെ ഹീലായതിനു ശേഷം മാത്രമേ നമ്മൾ പോസ്റ്റ്നേറ്റൽ കെയർ നോർമലിലും ചെയ്യുള്ളൂ. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ നേരത്തെ തീരുമെന്ന് തോന്നുന്നു. നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് ട്രീറ്റ്മെന്റ്സ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. സിസേറിയൻ ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇനി അമ്മയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സംസാരിച്ചു. ഈ അമ്മയുടെ ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്നത് അമ്മയുടെ കുഞ്ഞാണല്ലോ. കുഞ്ഞിനെ കുളിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇതിപ്പോ ഒരു ആർട്ട് പോലെയാണ് എല്ലാവർക്കും. അപ്പൊ ആ ആർട്ട് ഓഫ് കുഞ്ഞിനെ കുളിപ്പിക്കലെങ്കിൽ ആയുർവേദത്തിന് വലിയ റോളുണ്ടോ? ഈ കുളിപ്പിക്കൽ എനിക്ക് തോന്നുന്നു വീണയുടെ ക്വസ്റ്റ്യൻ ആ തലയൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞ് മൂക്കൊക്കെ പിടിച്ചതിന് അതിലൊന്നും ഒരു സയന്റിഫിക് റെലവൻസും ഇല്ലാതെയാണ്. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഹാർഷ് ആയിട്ടുള്ള മസാജ് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ കൈ പിടിച്ച് വലിക്കുക, കുഞ്ഞുങ്ങളുടെ കാല് ഒരു നോർമലി കുറച്ച് വളവ് ഉണ്ടാവും ആ ജനിച്ച സമയത്ത്. അത് വലിച്ചു നീട്ടിയില്ലെങ്കിലും അത് തിരിച്ച് നോർമൽസിയിലേക്ക് വരും. സോ അപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല. ബട്ട് സ്കിന്നിന് ഇപ്പൊ നമ്മള് കുഞ്ഞ് വയറിനകത്താവുമ്പോൾ ഫുള്ളി ഒരു ഫ്ലൂയിഡിലാണ് ആളുള്ളത്, നല്ല മോയ്സ്ചറൊക്കെ ഉള്ളതാണ്. പക്ഷെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ആള് എക്സ്റ്റേണൽ എൻവയറൺമെന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യും. അപ്പൊ സ്കിന്നിനൊക്കെ ഒരു റെജുവിനേഷന് വേണ്ടിയിട്ട് നമ്മൾ ആയുർവേദ ഓയിൽസ് വെച്ചിട്ട് ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നു. നാൽപ്പാമരാതി കീരതൈലം ഉപയോഗിക്കുന്നുണ്ട്, ലാക്ഷാദി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് സ്കിന്നിനൊരു പ്രൊട്ടക്ഷൻ പോലെ ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ചില കുഞ്ഞുങ്ങൾക്ക് ഈ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു 3-4 ഡേയ്സ് ആകുമ്പോഴത്തേക്കും ചെറിയ റാഷസ്. അവർക്ക് വെന്ത വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള മെഡിസിൻസ് നമുക്കുണ്ട്. പടോല വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട്, പടോല കേരഘൃതം എന്ന് പറയും. അത് വെച്ചിട്ട് അത് നമ്മുടെ വൈദ്യരത്നത്തിന്റെ സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ഡെലിവറി പോലെ തന്നെ പ്രധാനമാണോ പ്രീ ഡെലിവറി എന്ന് പറയുന്നത്, പ്രീ നേറ്റൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഡെഫിനറ്റ്ലി വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത്. കാരണം പ്രീ നേറ്റൽ എന്ന് പറയുമ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പ്രീ കൺസെപ്ഷൻ തൊട്ടാണ്. അത് നമ്മൾ മുമ്പത്തെ ഒരു പോസ്റ്റ് നേറ്റൽ ഒരു അപ്രോച്ച് അല്ല ഇപ്പോൾ ഉള്ളത്, അല്ലെ? മുമ്പത്തേക്കാട്ട് ഒരുപാട് ട്രെൻഡിങ് ആയി പോസ്റ്റ് നേറ്റൽ. അതുപോലെ ഇനി ലൈക്ക് ആൾക്കാർ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ പോകുന്ന ഒരു ഏരിയ ആണ് പ്രീ കൺസെപ്ഷൻ ഏരിയ. അതായത് കൺസീവ് ആവുന്നതിന് മുമ്പ് തന്നെ പാരന്റ്സ് എടുക്കേണ്ട കുറച്ച് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കുറച്ച് എടുക്കേണ്ട കെയർ ഉണ്ട്. അതുപോലെയാണ് പ്രഗ്നൻസി ടൈമിൽ പോസ്റ്റ്മോർട്ടം എങ്ങനെയാണോ നമ്മളിപ്പോൾ ഇതാക്കുന്നത് അതുപോലെ തന്നെയാണ് ആന്റിനേറ്റൽ, അതായത് ഡ്യൂറിങ് പ്രഗ്നൻസി നമ്മൾ എടുക്കേണ്ട കെയർ. ഇപ്പൊ ഈ സ്ട്രെച്ച് മാർക്സിന്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മൾ ആന്റിനേറ്റൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാലേ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ ആ സ്ട്രെച്ച് മാർക്സ് എന്നുള്ള ഒരു. അത് ശരി. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്ന വലിയ ടെൻഷൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൺസീവ് ആവുന്ന കാലം തൊട്ടേ കൃത്യമായ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ മതി, വൈദ്യരത്നത്തിലേക്ക് വന്നാൽ മതി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ പോസ്റ്റ്നേറ്റൽ കെയർ എന്നുള്ള ഒരു ഏരിയ ഏറ്റവും ആധികാരികമായിട്ടുള്ള ഉത്തരങ്ങൾ കേട്ടല്ലോ അല്ലേ? പിന്നെ ഉണ്ടായിരുന്ന എന്നോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ ഹെയർ ഫോൾ ഉണ്ടായിട്ടില്ലേ, ഹെയർ ഫോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ആ പ്രഗ്നൻസി സമയത്ത് ഒരു കുരു പോലും ഇല്ലാതെ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫേസ് ആയിരുന്നല്ലോ, നിറച്ച് കുരുവായല്ലോ, ഇനി ഇതിനെന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരുപാട് സംശയങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകുന്നത് വൈദ്യരത്നം ഹോസ്പിറ്റലിലെ കോസ്മെറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അനുവാണ്. നമുക്ക് മാഡത്തോട് ചോദിക്കാം. ആക്ച്വലി ഡോക്ടറെ, ഞാൻ എൻ്റെ പോസ്റ്റ്മോർട്ടം ഫേസിൽ ഏറ്റവും അധികം അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഹെയർ ഫോൾ ആണ്. ഇനി പോസ്റ്റ്മോർട്ടം അല്ല, സാധാരണ നടന്ന സമയത്തും എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയർ ഫോൾ എന്ന് പറയുന്ന ഇഷ്യൂവിനെ ഒന്ന് മറികടക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഡോക്ടറെ? ഹെയർ ഫോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരുപാട് റീസൺസ് കൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ വൺ ഓഫ് ദ റീസൺ ഡെഫിഷ്യൻസി ആവാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ് ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അസോസിയേറ്റ് ആയിട്ടുള്ള ഡിസീസസ്, തൈറോയിഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജനറ്റിക് ഫാക്ടർ, അല്ലെങ്കിൽ എന്തെങ്കിലും റീസെൻ്റ് ആയിട്ടുള്ള വൈറൽ ഇൻഫെക്ഷൻസ്, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട്. അപ്പം നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാം. മനസ്സിലായി. ഈ ഹെയർ ഫോൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം എന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വൈദ്യരത്നത്തിന് തന്നെ കൃത്യമായ ഹെയർ ഫോൾ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഓയിലുകൾ ഉണ്ട് എന്ന് കേട്ടു. നമ്മുടെ വൺ ഓഫ് ദ ഒരു പ്രൊഡക്റ്റ് ആണ് കേശരഞ്ജിനി കേരതൈലം. കേശരഞ്ജിനി കേരതൈലം. കേശരഞ്ജിനി കേരതൈലം നമ്മുടെ മുടി വളർച്ചയ്ക്ക് യൂഷ്വലി എല്ലാവരും പറയുന്ന കയ്യോന്നി, ഇരട്ടിമധുരം, നെല്ലിക്ക, അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഓയിലാണിത്. ഇതിപ്പോ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രിമച്ചർ ഗ്രേയിങ് കുറയ്ക്കാനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക്
ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. ആണ്. ആക്ച്വലി എൻ്റെ പോസ്റ്റ്മോർട്ടം ഫേസിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണോ? നമുക്ക് പോസ്റ്റ്മോർട്ടം ഫേസിൽ യൂസ് ചെയ്യാവുന്ന വൺ ഓഫ് ദി ഓയിലാണ് കേശരഞ്ജിനി കേരതൈലം. ഹെയറിന്റെ ഇഷ്യൂ പോലെ തന്നെ ഞാനടക്കമുള്ള ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഈ മുഖത്തിന്റെ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്? ഒരുപാട് ഹോർമോണൽ ചേഞ്ചസിലൂടെയാണ് നമ്മൾ ഒരു 9 months കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ ഈസ്ട്രജൻ ട്രിപ്പ് വരുമ്പോൾ നമുക്ക് ആൻഡ്രോജൻ ഡോമിനൻസ് വരും. അപ്പോൾ നമുക്ക് നോർമലി ഓയിൽ പ്രൊഡക്ഷൻ കൂടാറുണ്ട്. അപ്പോൾ പോക്സ് ക്ലോഗ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെയുള്ള ആക്നേസ് വരും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻസ് ചെയ്യുക, നമ്മുടെ ഡയറ്റ് പ്രോപ്പർ ആക്കുക, കുറച്ചുകൂടി ഷുഗർ റിച്ച് ആയിട്ടുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോർമലി നമ്മളെപ്പോഴും പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. പക്ഷേ നമുക്ക് സിസ്റ്റിക് ആയിട്ടുള്ള ആക്നേസ്, പെയിൻഫുൾ നോഡ്യൂൾസ്, അല്ലെങ്കിൽ ഒരുപാട് പിഗ്മെന്റേഷൻ എക്സസ് ആയിട്ടൊക്കെ വരുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുങ്കുമാതി തൈലം ഇത്തരം കാര്യങ്ങൾക്ക് എസ്പെഷ്യലി പിഗ്മെന്റേഷന് വളരെ എഫക്റ്റീവ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? പിഗ്മെന്റേഷൻ നമ്മുടെ വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കുങ്കുമാതി തൈലം. നമ്മുടെ വൈദ്യരത്നത്തിനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കുങ്കുമാതി തൈലം. ഈ പറയുന്ന സൺ ടാൻ അല്ലെങ്കിലുള്ള പിഗ്മെന്റേഷൻ, നമുക്ക് മെലാസ്മ പോലെയുള്ള പിഗ്മെന്റേഷൻ നമുക്ക് ഇത് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ നമ്മുടെ സ്കിൻ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. അപ്പൊ സത്യത്തിൽ കുങ്കുമാതി തൈലത്തിൽ കുങ്കുമപ്പൂ ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. നമുക്ക് അത് മാത്രമല്ല, ഈ കുങ്കുമപ്പൂ മാത്രമല്ല, നമ്മുടെ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യുന്ന, പിഗ്മെന്റേഷൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മെഡിസിൻ ആണിത്. അപ്പൊ നമുക്കിത് വൈദ്യരത്നത്തിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും അല്ലേ? വൈദ്യരത്നത്തിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നമ്മുടെ അതല്ലാതെ ഷോപ്സിലെല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഈ സ്കിന്നിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴും ഹെയറിന്റെ പ്രശ്നം പറഞ്ഞപ്പോഴും എല്ലാം ഡോക്ടർ കോമൺ ആയിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഡയറ്ററി കാര്യങ്ങളിൽ ചേഞ്ച് കൊണ്ടുവരിക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഇത് ഒരു പോസ്റ്റ്നേറ്റൽ കെയറിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ജനറൽ ആയിട്ട് ഡോക്ടർ തരുന്ന അഡ്വൈസുകൾ സ്ത്രീകൾക്ക്? അതായത് നമ്മളിപ്പോൾ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ഫേസിൽ നമുക്ക് ന്യൂട്രീഷൻ അധികമായിട്ട് വേണ്ട ഒരു സമയമാണ്. ഓക്കെ, പ്രഗ്നൻസിയിൽ നമ്മൾ പറയും ഇത്ര കാലറീസ് കൂടുതൽ കഴിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളൊരു പോസ്റ്റ്മോർട്ടം ഫേസിൽ നമ്മുടെ ഫെറ്റീഗ് മാറാൻ, നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു വെൽബീങ്ങിനൊക്കെ ഈ ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഓക്കെ, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, അത്തരം ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. പറഞ്ഞ പോലെ തന്നെ പൾസസ്, എഗ്സ്, മിൽക്ക്, അതുപോലെയുള്ള ഫുഡ്. പിന്നെ നമുക്ക് ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അയൺ ഡെഫിഷ്യൻസി വളരെ കോമൺ ആയിട്ട് ഈ ബ്ലീഡിങ് അസോസിയേറ്റഡ് വരാറുണ്ട്. HB മേ ബി നോർമൽ ആയിരിക്കും, പക്ഷെ ഫെറിറ്റിൻ ലെവൽ കുറവായിരിക്കും. അപ്പം അത്തരം ആൾക്കാരിൽ പിന്നെയും നേരത്തെ പറഞ്ഞ പോലെയുള്ള ലക്ഷണങ്ങൾ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പം അത്തരം ആൾക്കാർ നമ്മളുടെ ഫുഡിലാണ് ഏറ്റവും വലിയ കറക്ഷൻ വേണ്ടത്. ഡോക്ടറെ, ആദ്യത്തെ ഒരു 6 മാസം, ഡെലിവറി കഴിഞ്ഞുള്ള 6 മാസം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമാണ്. നമ്മളെക്കുറിച്ച് ആലോചിക്കുകയേ ചെയ്യാതെ കുഞ്ഞേ ലോകം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ടെൻഷനുകൾ തുടങ്ങാൻ, മുടി പോകുന്നു, പിഗ്മെന്റേഷൻ വരുന്നു, അങ്ങനെ ഇങ്ങനെ ആക്നെ വരുന്നു, നിറച്ച് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ 6 മാസം 7 മാസം കഴിഞ്ഞ് ആലോചിക്കാതെ നമ്മുടെ ഈ ഡെലിവറി കഴിഞ്ഞുള്ള ആദ്യ കാലഘട്ടം തൊട്ടേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നമ്മളെ സ്നേഹിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടിരുന്നാലാണ് കുഞ്ഞിനെയും നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം വളരെ നന്നായിട്ട് പോകുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു സെൽഫ് കെയർ, അത് ഡയറ്റ് ആയാലും പിന്നെ എക്സസൈസസ് ആയാലും നമുക്ക് പറ്റുന്ന പോലെ, ഓക്കെ, ദെൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ്, ചെറിയ വാക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ആദ്യം മുതലേ ശ്രദ്ധിച്ചാൽ പിന്നീടുള്ള പെട്ടെന്നുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം. കാര്യം ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഓക്കെ, ആ ഒരു ഹീലിംഗ് ഫേസ് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. വീണയുടെ ഒരു ഹീലിംഗ് ഫേസ് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പൊ ആ ഒരു ഹീലിംഗ് ഫേസിന് നമ്മൾ കുറച്ച് ടൈം കൊടുക്കാം. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗർഭിണികളായവർക്കും ഗർഭിണികളാകാൻ പോകുന്നവർക്കും, അതല്ല ഇതൊന്നും ആലോചിക്കാതെ നടക്കുന്നവർക്കും, ആർക്കാണെങ്കിലും അവനവനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കുറച്ച് മീ ടൈം കണ്ടെത്തിയാൽ വളരെ നല്ലതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. അതെ, നമ്മളെ തന്നെയും നമ്മുടെ ചുറ്റുമുള്ളവരെ ഹാപ്പി ആക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഏതായാലും ഹെയർ ഫോൾ ഇഷ്യൂസ്, അതുപോലെ സ്കിൻ ഇഷ്യൂസ്, പിഗ്മെൻറ്റേഷൻ, ഇതിനൊക്കെയുള്ള ഏറ്റവും ഒത്തൻറ്റിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കേട്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഏതായാലും വൈദ്യരത്നത്തിൽ വന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്ത 2 പ്രോഡക്റ്റുകളാണ്
കേശരഞ്ജനി കേര തൈലവും കുങ്കുമാതി തൈലവും തീർച്ചയായിട്ടും ഞാനിത് രണ്ടും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു, യോഗയാണോ വണ്ണം കുറയ്ക്കാൻ ചെയ്തത്, യോഗ ചെയ്താൽ വണ്ണം കുറയുമോ, അത് ഇനി എത്ര പെട്ടെന്ന് യോഗ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള 100 സംശയങ്ങൾ. അപ്പോൾ അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് യോഗ ആൻഡ് ഡയറ്റ് വിഭാഗത്തിലെ സീനിയർ ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ സുനിതയാണ്. നമുക്ക് മാഡത്തോട് ചോദിക്കാം. ഡോക്ടറെ, ആക്ച്വലി ഡെലിവറിക്ക് ശേഷം ഒരു എക്സസൈസ് ചെയ്യുന്നതിന് പകരമായിട്ട് യോഗ ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ യോഗ ശരിക്കും എക്സസൈസിന് പകരമാണോ? യോഗേനെ എക്സസൈസിന് പകരം എന്ന് പറയാൻ പറ്റില്ല. ബേസിക്കലി യോഗയിൽ നമുക്കൊരു ഫിസിക്കലിനേക്കാൾ കുറച്ചും കൂടി ഇമോഷണൽ വെൽബീയിങ്ങും കൂടി ഉണ്ട്. അതുകൊണ്ട് എക്സസൈസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഡെലിവറി കഴിഞ്ഞ് എത്ര കാലത്തിന് ശേഷം നമുക്ക് യോഗയൊക്കെ ചെയ്തു തുടങ്ങാം? ഡെലിവറി കഴിഞ്ഞ് 1.5 മാസത്തിൽ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഡീപ് ബ്രീത്തിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു 6 വീക്സ് ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ബാക്ക് ടു നോർമലിലേക്ക് നമ്മുടെ യൂട്രസ് ഒക്കെ തിരിച്ചു വന്നു തുടങ്ങി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ചെറിയ സ്ട്രെച്ചസും കാര്യങ്ങളൊക്കെ നമുക്ക് തുടങ്ങാം. ഒരു 3 months കഴിഞ്ഞോടുകൂടെ കുറച്ചും കൂടെ നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് പോസ്റ്റേഴ്സിലേക്കൊക്കെ പോവാം. 6 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓക്കെ. നമ്മളൊരു 1 year വരെ ശരിക്കും ഒരു റിക്കവറി ഫേസ് പറയുന്നത്. അത് ശരി. അപ്പൊ ആക്ച്വലി ഒരു വണ്ണം കുറയ്ക്കാനോ അല്ലെങ്കിൽ ബോഡിക്ക് ഒരു ഫിഗർ കിട്ടാനും ഒക്കെ യോഗ സഹായിക്കുമോ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ? ബേസിക്കലി എല്ലാവരുടെയും ഒരു ചിന്ത അതാണ്, യോഗ എന്ന് പറഞ്ഞ ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം അറിയാം ഡെലിവറി കഴിഞ്ഞ എല്ലാവരും ഷേപ്പ് ഒക്കെ പോയിട്ടോ. സത്യം പറഞ്ഞാൽ അതിനേക്കാൾ ഉപരി നമുക്ക് അതർ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാലോ, നമ്മളിപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് മിക്കവാറും ഒരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു നെക്ക് പെയിൻ, ബേസിക്കലി നമ്മുടെ ഒരു പോസ്ചർ ആയിരിക്കാം. നമ്മളിപ്പോൾ കുട്ടീനെ ഫീഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം, എപ്പോഴും നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നതുകൊണ്ടുള്ളൊരു നെക്ക് പെയിനും നമ്മൾ ആ ഇരുന്ന് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയില്ല നമ്മൾ എങ്ങനെ ഇരുന്നാലാണ് അത് കറക്റ്റ് ആയിട്ട് വരിക. സോ അതുകൊണ്ടൊരു ബാക്ക് പെയിനും നെക്ക് പെയിനും ഒബ്വിയസ്ലി എന്തായാലും ഉണ്ടാവും. ഇതിനേക്കാളൊക്കെ ഉപരി നമ്മളൊരു അബ്ഡോമിനൽ മസിൽസിന്റെ ഒരു ചേഞ്ച്, കാരണം ആ ഒരു ടൈമിൽ വന്ന സ്ട്രെച്ചിങ് കാരണം കൊണ്ട് തിരിച്ചിത് വരുമ്പോഴേക്കും അതിന്റെ ലൂസനിങ് ആയിരിക്കും മിക്കവാറും. അപ്പൊ ആ ഒരു കോർ മസിൽസിന്റെ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പെൽവിക് ഫ്ലോറും നമ്മുടെ ആ ഒരു ഡെലിവറി പ്രോസസ്സ് വട്ട് എവർ ഇറ്റ് ഈസ്, ഇപ്പോൾ C-section ആണെങ്കിൽ അത്ര എഫക്ട് ചെയ്യില്ല എന്ന് വെക്കാം. ബട്ട് ഒരു നോർമൽ ഡെലിവറിയിലാണെന്നുണ്ടെങ്കിൽ പെൽവിക് ഫ്ലോർ എന്തായാലും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യണം. പിന്നെ വരുന്നത് ഒരു ഇമോഷണൽ ആണ്. നമുക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാവും, അത് ശരിയാണോ, അതോ ഇനിയിപ്പോൾ ഒരു വാവ ഒന്ന് കരഞ്ഞു, ഒന്നും ഉറങ്ങിയില്ല, അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ വ്യത്യാസം വന്നു, നമുക്ക് അപ്പോഴൊക്കെ ഒരു ടെൻഷനാണ്, അറിയില്ലല്ലോ ഇത് നോർമലാണോ എന്താണെന്നുള്ളത്. അപ്പൊ ആ ഒരു സ്ഥലത്ത് നമുക്ക് യോഗ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല സ്ത്രീകൾക്കും ഇപ്പൊ തുമ്മുമ്പോ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോ ഒക്കെ മൂത്രം പോകുന്നു എന്നുള്ളൊരു വിഷയം ഡെലിവറി സമയത്തും പ്രഗ്നൻസി സമയത്തും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒരു വിഷയത്തെ ഈ യോഗ വഴി അഡ്രസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്, അപ്പൊ അതൊരു പെൽവിക് ഫ്ലോർ മസിൽസിന്റെ സ്ട്രെങ്ത് ഇല്ലായ്മയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ആ ഒരു മസിൽസ് എല്ലാം ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്ന് ലൂസനായിട്ടിരിക്കും. അവിടെ നമ്മൾ യോഗ എക്സസൈസസ്, ഇപ്പോൾ നമ്മൾ ചുമ്മാ നമ്മൾ ഇരിക്കുകയാണ്, അപ്പൊ ഇങ്ങനെ എന്നോട് ഇരുന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സംസാരിക്കണം, ഭാവിക്ക് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒരു പെൽവിക് ഫ്ലോറിൽ നമ്മുടെ ഏരിയയിലത്തെ മസിൽസിനെ നമുക്ക് ഇങ്ങനെ ടൈറ്റൻ ചെയ്യും, റിലീസ് ചെയ്യും ചെയ്യാം. എപ്പോഴും നമ്മൾ യോഗ ഒരു ബ്രീത്തിങ്ങുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പം നമ്മൾ പറയുന്ന ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇൻഹേൽ ചെയ്യുന്നു, ഓക്കെ, എക്സേൽ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒന്ന് പെൽവിക് ഫ്ലോർ മസിൽസിനെ ഒന്ന് ടൈറ്റൻ ചെയ്ത് വെക്കുക, സ്ലോലി റിലാക്സ് എന്നുള്ളൊരു അവസ്ഥയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അപ്പം അതിന് വേണ്ടി നമ്മളൊരു സ്പെസിഫിക് ടൈം കാണുമൊന്നും വേണ്ട. അത് ബേസിക്കലി പെൽവിക് ഫ്ലോറിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ വൈദ്യരത്നം ഹോസ്പിറ്റലിൽ ഡോക്ടർ ഈ യോഗ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വെൽബീയിങ് എന്നുള്ള രീതിയിലാണോ കൊടുക്കുന്നത്, അതോ ഏതെങ്കിലും ഇൽനെസ്സുകൾക്ക് വേണ്ടി വരുന്നവർക്കാണോ കൊടുക്കുന്നത്? നമുക്ക് അപ്രോച്ചബിൾ ആണ്. അതായത് നമുക്ക് ഫിസിക്കൽ വെൽബീയിങ് ആയിരിക്കാം, അതൊരു ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഇമോഷണൽ ഇഷ്യൂസ് ആയിരിക്കാം. ബേസിക്കലി ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാവും. നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് മിക്കവാറും ഒരു ഫിസിക്കൽ ഇഷ്യൂസിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വെൽബീയിങ് നമ്മൾ ചോദിച്ചു വരുമ്പോഴാണ് സ്ട്രെസ് ഉണ്ട്, ഉറക്കം എങ്ങനെ വന്നാലും ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാണ്. അപ്പൊ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും നമുക്ക് യോഗ വഴി ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാ ഡോക്ടറെ യോഗ വഴി ഉറക്കം ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ സാധ്യമാകുന്നത്? നമ്മൾ ഡീപ് ബ്രീത്തിങ്ങും റിലാക്സേഷനും അത് തന്നെ മതി നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ട്. ബേസിക്കലി പറഞ്ഞ ഒരു സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട്. ഇപ്പൊ കോർട്ടിസോൾ എന്നൊക്കെ പറയുന്നത് സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ ഒരു രാത്രി മുഴുവൻ എഴുന്നേറ്റിരിക്കുക, വാവ ഉറങ്ങിയിട്ടില്ല, രാവിലെ നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ബേസിക്കലി ബേബി ഉറങ്ങുമ്പോൾ നമ്മൾ ഉറങ്ങണം എന്നാ പറയാം, പക്ഷെ നമുക്ക് രാവിലെ ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ എന്തെങ്കിലും ചെറിയ കോൾഡോ കഫോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇഷ്യൂസ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ട്രെസ് ലെവൽ ഇങ്ങനെ കൂടുക. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സ്ലീപ്പിനെ മിക്കവാറും എഫക്ട് ചെയ്യുന്നത്. നമ്മൾ യോഗ ചെയ്ത് നമ്മുടെ ഒരു ഹോർമോൺസ് ലെവൽസിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യും. ജസ്റ്റ് പറയാൻ തന്നെ ഒരു ഡീപ്പ് അബ്ഡോമിനൽ ബ്രീത്തിങ്,
ഓക്കെ, നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് നന്നായി ഇൻഹെയിൽ ചെയ്യുക. ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് വരുന്ന പോലെ നമുക്ക് ഇൻഹെയിൽ ചെയ്യുന്നു. എക്സെയിൽ ചെയ്യുമ്പോൾ ഈ അബ്ഡോമിൻ ഇങ്ങനെ താഴേക്ക് പോകുന്നു എന്ന് വെക്കാം. അപ്പം നമ്മൾ ഭയങ്കര ഒരു ക്രൂഷ്യൽ സ്ട്രെസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇത് പെട്ടെന്ന് റിലാക്സേഷൻ തരുന്നതാണ്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും യോഗയും തമ്മിൽ എങ്ങനെയെങ്കിലും ബന്ധമുണ്ടോ? പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ചുമ്മാ ഒരു മൂഡ് സ്വിങ്സ് അല്ല, ശരിക്കും അത് എല്ലാവരും നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ചിലർക്ക് തിരിച്ചറിയാതെ പോകും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ആങ്സൈറ്റി, നമുക്ക് അവിടെ ഒരു ആങ്ഷ്യസ് ആവേണ്ട ആവശ്യമില്ല, നമ്മുടെ ചുറ്റും എല്ലാവരും ഉണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ. പക്ഷെ നമുക്ക് എന്നാലും ഒരു ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാം, കരയണം എന്ന് തോന്നുക, ഒരു ആവശ്യമില്ലാതെ കുറെ ടെൻഷൻ പോലെ കയറി വരിക, എന്ത് ചെയ്യണം എന്നല്ല, ഒരു ഹോപ്പ്ലെസ്, നമുക്ക് ഒന്നും ചെയ്യാനില്ല, നമ്മളെ ആരും സഹായിക്കാനില്ല എന്നുള്ള പോലത്തെ തോന്നൽ, അതൊക്കെയാണ് ആ ഒരു ഡിപ്രഷൻ്റെ ഒരു ഫേസിൽ വരുന്നത്. ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ നാഡീശോധന പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു അബ്ഡോമിനൽ ബ്രീത്തിങ്ങിനോട് കണക്ട് ചെയ്ത് പോകുന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഒരു നെർവസ് സിസ്റ്റത്തിനെയൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടുകൂടെ നമ്മുടെ ആങ്സൈറ്റി ലെവൽസ് ഇങ്ങനെ കുറയും. അങ്ങനെ നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡിപ്രഷൻ ഫേസിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാനായിട്ട് പറ്റുന്നുണ്ട്. ആണ്. ഈ യോഗ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ? യോഗ ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല, ഇപ്പോൾ യോഗ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത്, ഇപ്പോൾ പോസ്റ്റേഴ്സ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാം എംപ്റ്റി സ്റ്റൊമക്കിൽ ചെയ്യണം. കാരണം നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ഈവൻ നമ്മുടെ ബോഡീനെ അത്രയും സ്റ്റെബിലൈസ് ചെയ്ത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എംപ്റ്റി സ്റ്റൊമക്ക് നല്ലതാണ്. പിന്നെ കുറച്ച് എരിവും പുളിയെല്ലാം കുറച്ചൊരു സാത്വികമായ ആഹാരം കഴിച്ചാൽ യോഗയ്ക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ്. അല്ല, പക്ഷെ അപ്പോൾ അത് എത്രമാത്രം പോസിബിൾ ആണ് ഡോക്ടറെ ഒരു പോസ്റ്റ്മോർട്ടം ഫേസിൽ? കാരണം എന്താ വെച്ചാൽ പോസ്റ്റ്മോർട്ടം ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെയൊക്കെ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, ഫുൾ ടൈം ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്ന് കഴിക്കൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ 4 പാടത്ത് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇങ്ങനെ ഇത്രയും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യോഗ എങ്ങനെ നടപടിയാവും? നമ്മൾ ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസസ് ആയിട്ട് ചെയ്യാം, വലിയ രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഒന്നും ചെയ്യേണ്ട. സ്ട്രെച്ചിങ് എക്സസൈസ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ ടോ ബെൻഡിങ്സ്, ആംഗിൾ റൊട്ടേഷൻസ് കൊടുക്കുക. അപ്പോൾ ഇതെന്നൊക്കെ പറയാൻ നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യിക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വിത്ത് ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ചുമ്മാ നമ്മുടെ ടോസ് ബെൻഡ് ചെയ്യാണ്. ബെൻഡ് ചെയ്യുമ്പോൾ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് ബെൻഡ് ചെയ്യുക, എക്സെയിൽ ചെയ്തുകൊണ്ട് റിലീസ് ചെയ്യുക. ഇത് ഫിംഗേഴ്സിലും ചെയ്യാം, ടോസിലും ചെയ്യാം. ഇപ്പൊ കാലിലാണുള്ള പെട്ടെന്ന് നമുക്ക് ഒരു സ്വെല്ലിങ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആംഗിളിലാണെങ്കിലും ഒരു ആംഗിൾ ബെൻഡിങ് കൊടുക്കുന്നു, ആംഗിൾ റിലാക്സേഷൻ. അപ്പൊ അവിടെ നമുക്ക് ഫുഡുമായിട്ട് വലിയ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഫേസിലേക്ക് നമ്മൾ കുറച്ച് പോസ്റ്റേഴ്സിലേക്കൊക്കെ പോകും. അപ്പൊ പോസ്റ്റേഴ്സ് ചെയ്യാന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നതാണ് കാറ്റ് ആൻഡ് കൗ പോസ് എന്ന് പറയുന്നത്. ബേസിക്കലി നമ്മുടെ ഒരു ബാക്കിനും നെക്ക് പെയിനും വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോസ്റ്റർ. അപ്പൊ അത് നമ്മളിങ്ങനെ ഒരു 4 leg പോസിൽ നിന്നിട്ട് നമ്മുടെ ഒരു ബാക്കിനെ കുറച്ചൊന്ന് വളക്കി നിവർത്തിയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ്. നമ്മളൊരു 4 കാലിൽ നിന്നുകൊണ്ട് ചെയ്യണം. അപ്പം നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, നമ്മൾ വയറ് ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നമുക്കത് ചെയ്യാൻ അത്ര കംഫർട്ടബിൾ അല്ല. യോഗ എപ്പോഴും ഒരു കംഫർട്ടബിൾ പോസ്റ്ററായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഈ പ്രഗ്നൻസി സമയത്ത് യോഗ ചെയ്യുന്നത് പ്രഗ്നൻസി പലരും പറഞ്ഞു കേട്ടതുകൊണ്ട് ഞാൻ ചോദിക്കുക, നോർമൽ ഡെലിവറി ആക്കാൻ സഹായിക്കും എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഹിപ്പ് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഓപ്പണിങ് കിട്ടണം കറക്റ്റായിട്ട്. അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ ഈ സുപ്തബദ്ധ കോണാസനം എന്നൊക്കെ പറയും, ഒരു ബട്ടർഫ്ലൈ പോസാ. നമ്മൾ ശമ്പളം പണിഞ്ഞിരുന്ന് കാലിങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്നത് സുപ്തബദ്ധ കോണാസനം എന്ന് പറയും. അങ്ങനെ ഒരു പോസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഹിപ്പ് ഓപ്പണിങ് നടക്കാം. അപ്പോൾ ഒരു പെൽവിക് ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഒരു നോർമൽ ഡെലിവറിയിലേക്ക് വരാൻ കുറച്ചും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഏതായാലും യോഗ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്ക് പോസ്റ്റ്മോർട്ടത്തിൽ വളരെ വളരെ പെട്ടെന്ന് തന്നെ 1.5 മാസം കൊണ്ട് തന്നെ ചെയ്തു തുടങ്ങാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ എപ്പോഴും ഒരു ഡോക്ടറുടെ അഡ്വൈസിൽ ചെയ്തു തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്, അല്ലേ? അതെ അതെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ. അപ്പോൾ ഏതായാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ സ്വീകരിച്ച ചില ആയുർവേദ രീതികൾ, അതുപോലെ തന്നെ ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിട്ടുള്ള കുറേ സംശയങ്ങൾ, ഇതിനൊക്കെ ഏറ്റവും കൃത്യമായ ഉത്തരങ്ങൾ ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലും ആയുർവേദ സംബന്ധമായ സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ, കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യരത്നം ഹോസ്പിറ്റൽ കേരളത്തിലുടനീളം ബ്രാഞ്ചുകളുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും നിങ്ങളെ ഇത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു അവയർനെസ് നൽകാൻ സാധിച്ചു എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ്, ഹാപ്പിനെസ്സോട് കൂടിയാണ് ഞാനിന്ന് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.